പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് സഭയിലെ വലിയൊരു വിശുദ്ധൻ, രണ്ടാം ക്രിസ്തു, വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാളാണ്. വിശുദ്ധൻ്റെ തിരുനാളിൻ്റെ എല്ലാ പ്രാർത്ഥനാ മംഗളങ്ങളും ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ്. ഫ്രാൻസിസ് നാമധാരികളായിട്ട് ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട്. അവരെല്ലാം നാമഹേതുക തിരുനാൾ കൂടിയാണ്. അവർ ഫ്രാൻസിസ് അസീസിയുടെ ആണെങ്കിൽ, ഫ്രാൻസിസ് സേവിയറിൻ്റെ ആണെങ്കിൽ ഇന്നല്ല തിരുനാൾ, ഫ്രാൻസിസ് അസീസിയുടെ നാമം സ്വീകരിച്ചിട്ടുള്ള എല്ലാവർക്കും പ്രത്യേകമായി നിങ്ങൾക്കപ്പോൾ കൃത്യമായ ധാരണ വേണം. ഞാൻ ഫ്രാൻസിസ് എന്ന നാമം സ്വീകരിക്കുമ്പോൾ ഞാൻ അസീസിയിലെ ഫ്രാൻസിസ് ആണോ അതോ ഫ്രാൻസിസ് സേവിയർ ആണോ എന്ന് നിങ്ങൾക്കൊരു ധാരണ വേണമെന്ന കാര്യം ആദ്യമേ തന്നെ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഫ്രാൻസിസ് അസീസിയുടെ ഒരു കോട്ടാണ്, ഒരു ചിന്തയാണ്. അദ്ദേഹം പറയാണ്, അധ്വാനം കൂടാതെ ജീവിതത്തിൽ സമ്പാദിക്കാവുന്ന ഏക കാര്യം പരാജയമാണ്. നോക്കിയേ, അതായത് വിശുദ്ധൻ പറയുന്നത് നോക്കിയേ, അധ്വാനം കൂടാതെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാവുന്ന ഏക കാര്യം പരാജയമാണ്. ഇന്ന് പ്രിയ സഹോദരങ്ങളെ, ഇന്ന് അലസതയുടെ ഒരു ദുരാത്മാവ്, നമുക്കറിയാം മൂലപാപങ്ങളിൽ ഒന്നാണെന്നറിയാം. അലസതയുടെ ഒരു ദുരാത്മാവ് എല്ലാ മേഖലകളെയും അത് ബാധിച്ചിട്ടുണ്ട്. നമുക്ക് വെറുതെ സമയം കിട്ടുമ്പോൾ ചുമ്മാ കളയാനായിട്ട് ലോകം ഒരുപാട്, ഈ ഒരു കാലഘട്ടം നമുക്ക് ഒരുപാട്, അത് ടി വി ആയിട്ടും ന്യൂസ് അവറായിട്ടും സോഷ്യൽ മീഡിയ ആയിട്ടും ഒക്കെ നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരു കാര്യം ഓർക്കുക, അധ്വാനിക്കാതെ നമുക്ക് ജീവിതത്തിൽ, ഇത്രയും വലിയ വിശുദ്ധം പറയുന്നതാണ്, അധ്വാനിക്കാതെ നമുക്ക് ജീവിതത്തിൽ നേടിയെടുക്കാവുന്ന ഏക കാര്യം പരാജയമാണ്. നമ്മുടെ ജീവിതം പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ നമുക്ക് തോന്നാൻ കാരണം, പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈ ഒരു അലസതയുടെ ദുരാത്മാവ് നമ്മെ പിടിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്നേ ദിവസം വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ നമുക്ക് ആത്മാർത്ഥമായി തീരുമാനമെടുക്കണം. ഞാൻ വെറുതെ ഇരിക്കില്ല, എനിക്ക് കൃത്യമായൊരു ടൈമുണ്ട്. കാലത്ത് ബലിയർപ്പണം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ സ്റ്റഡി അല്ലെങ്കിൽ ജോലിക്ക് പോകേണ്ട കാര്യങ്ങൾ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചക്കലത്തെ ലഞ്ച് ബ്രേക്കിൻ്റെ ടൈം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്റ്റുഡൻറ്റിൻ്റെ ടൈം ടേബിൾ ആയിരിക്കില്ല, ഒരു ജോലിക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ്റെ, അല്ലെങ്കിൽ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ ഷോപ്പിൽ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ്റെ, നമ്മുടെ ഒക്കെ ടൈം ടേബിൾ, അല്ലെങ്കിൽ അച്ഛൻ്റെ ഒക്കെ വ്യത്യസ്തമാണ്. പക്ഷേ ഇതിൻ്റെ ഒക്കെ ഇടയിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു ഫ്രീ ടൈം കിട്ടും. ആ ഫ്രീ ടൈമാണ് നമ്മെ ആത്മീയമായി വളർത്തുന്നതും ആത്മീയമായി തളർത്തുന്നതും. അപ്പോൾ വലിയ വിശുദ്ധ രണ്ടാം ക്രിസ്തു അദ്ദേഹം പറയാണ്, അധ്വാനിക്കാതെ ജീവിതത്തിൽ നേടിയെടുക്കാവുന്ന ഏക കാര്യം പരാജയമാണ്. ദൈവമേ, വലിയൊരു വിശുദ്ധൻ്റെ തിരുനാൾ പ്രത്യേകിച്ച് ഒക്ടോബർ മാസത്തിൽ ആഘോഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഒരു സമ്പൂർണ്ണ ജപമാല ചെല്ലുമ്പോൾ ഞങ്ങളുടെ പ്രത്യേക നിയോഗം, അലസത എന്ന ആ ഒരു മൂലപാപത്തിൽ നിന്ന് കർത്താവേ ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എന്നേക്കും. ആമേൻ.